ഹലോ. അപ്പം ഞാൻ ഇന്നൊരു ബുക്ക് പരിചയപ്പെടുത്താൻ വന്നതാണ്. രുചിത ദിവാകറിൻ്റെ പ്രഗ്നൻസി എന്ന് പറയുന്നൊരു ബുക്കാണ് ഇത്. കണ്ടോ, പ്രഗ്നൻസി നോട്ട്സ്. ഇത് നമ്മുടെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആവാൻ ശ്രമിക്കുന്നവർക്കും പ്രഗ്നൻസി ഇപ്പോഴുള്ളവരും പ്രഗ്നൻസി ആയി കഴിഞ്ഞവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ബുക്കാണ് ഇത്. ഇത് കണ്ടോ നിങ്ങൾ, ഓരോ ലെറ്റേഴ്സിനും ഓരോ മീനിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് മീൻസ് സ്കിപ്പ് ദ പീരീഡ് ആണ് ഫസ്റ്റത്തത്. എനിക്ക് തോന്നുന്നു അവരെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ട്രൈമസ്റ്ററിൽ നമുക്ക് ഓരോ മൂഡ് സ്വിങ്സും ഓരോ ഫീലിങ്സും അല്ലേ ഉണ്ടാകുന്നത്. നമുക്ക് ഈ തേർഡ് ട്രൈമസ്റ്ററിലൊക്കെ ആകുമ്പോൾ ചിലർക്ക് ഛർദ്ദൽ വരും. പിന്നെ ഫസ്റ്റ് ട്രൈമസ്റ്റർ 6 മീൻസ് റിലാക്സിങ് ആണ്. ഫസ്റ്റ് ട്രൈമസ്റ്റർ ഭയങ്കര റിലാക്സിങ് സ്റ്റേജാണ്, അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. സെക്കൻഡ് സ്റ്റേജാണ് കുറച്ചും കൂടി ഒരു ടെൻഷനുള്ള സ്റ്റേജ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി വയറൊക്കെ വലുതാവും, പിന്നെ ചിലപ്പോൾ ഛർദ്ദലുണ്ടാകും, പിന്നെ ടെൻഷൻ ആയിരിക്കും നമുക്ക്. എന്ന് വെച്ചാൽ മൂന്നാമത്തെ ട്രൈമസ്റ്ററിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാകും. എനിക്കുണ്ടായിരുന്നു നല്ലോണം. എനിക്ക് കൂടുതലുണ്ടായിരുന്നത് തേർഡ് ട്രൈമസ്റ്ററിലായിരുന്നു. ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്, ഭയങ്കര ടെൻഷനായിരുന്നു. അത് നമുക്ക് ആ ഒരു ജേണി നമുക്ക് പറയാൻ പറ്റത്തില്ല, അത്രയും ഭയങ്കരമായ ജേണി ആയിരുന്നു. അപ്പോൾ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 4 ചാപ്റ്റേഴ്സാണുള്ളത്. കണ്ടോ, ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ, ഫോർത്ത് ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്ററിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിപ്പയറിങ് ഫോർ ദ പ്രഗ്നൻസി ആണ്. നമുക്ക് എന്തൊക്കെ ഡയറ്റ് ഫോളോ ചെയ്യണം, എന്തൊക്കെ എക്സസൈസ് വേണം, എന്തൊക്കെ ആക്ടിവിറ്റി വേണം. സെക്കൻഡ് ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഫുഡ് റൂൾസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, എന്തൊക്കെ വേണം, അതൊക്കെയാണ് പറയുന്നത്. തേർഡ് ചാപ്റ്ററിൽ നമ്മളെ 3 ട്രൈമസ്റ്റേഴ്സാണ് പറയുന്നത്. അവിടെ നമ്മൾ എന്തൊക്കെ ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഇതിനകത്ത് കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൽ പ്ലാൻ ഉണ്ട്, അവരെന്നെ തയ്യാറാക്കി വെച്ചിട്ടാണ് ഉള്ളത്. അവരൊക്കെ ഒരു ചെറിയ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ റെസിപ്പീസും ഉണ്ട്, എന്തൊക്കെ നമ്മൾ ഫുഡ് വേണം അതിൻ്റെ ഒക്കെ റെസിപ്പീസും ഇതിനകത്തുണ്ട്. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് നോട്ട്സാണ് ഇതിനകത്തുള്ളൊരു. ഇതെന്ന് വെച്ചാൽ നമുക്ക് പ്രഗ്നൻസിൻ്റെ സമയത്ത് ഭയങ്കര ടെൻഷനായിരിക്കും. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ്, നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ നമ്മളെ മൈൻഡിൽ വരുന്നൊരു ഘട്ടമാണ്. നമുക്ക് അത് കഴിക്കാവോ, ഇത് കഴിക്കാവോ, ബസ് പോവാവോ, ഓട്ടോയിൽ പോവാവോ, അതിൻ്റെ ഒക്കെ ആൻസേഴ്സ് ഇതിൻ്റെ അകത്തുണ്ട്. ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് ഇതിൻ്റെ അകത്തുണ്ട്. അടുത്തത് ഫോർത്ത് ചാപ്റ്ററാണ്. ഫോസ്റ്റ് പ്രഗ്നൻസിയാണ്. നമ്മൾ ഏറ്റവും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നൻ്റ് ആവാൻ ശ്രമിക്കുന്നവർ സമയത്ത് ഘട്ടത്തിൽ നമ്മൾ ഫുഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ വെയിറ്റൊക്കെ നമ്മൾ തന്നെ റെഗുലേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എന്താവാം, പ്രഗ്നൻ്റ് ആവാം. അപ്പോൾ പിന്നെ ആ ഒരു ടെൻഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഭയങ്കര നല്ല ബുക്കാണ്, എല്ലാവരും ഒന്ന് വായിച്ച് നോക്കുക. നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ തരുന്നതാണ്. നമുക്ക് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ട എന്ന് പറയുന്നൊരു ബുക്കാണ്. അപ്പോൾ എല്ലാവരും വായിക്കുക. ബായ്.